ഹായ് ഫ്രണ്ട്സ്, ടിപ്സ് ഓർ ഹാപ്പി ലൈഫ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് തയ്യാറാക്കാൻ പോകുന്നത് കൊണ്ടാട്ട അച്ചാറാണ്. ഞാൻ ഈ കൊണ്ടാട്ട മുളക് കൊണ്ടുള്ള അച്ചാർ കഴിച്ചപ്പോൾ അതിശയിച്ചു പോയി. നല്ല ടേസ്റ്റുള്ള ഒരു അച്ചാറാണ്. നമ്മൾ സാധാരണ കഴിക്കുന്ന അച്ചാറുകളിൽ നിന്നൊരു വ്യത്യസ്തതയുണ്ട് അല്ലേ. അച്ചാർ ശരിക്കും തൊട്ട് കൂട്ടാനുള്ളതാണ്, അല്ലാതെ നമ്മൾ ചോറിൻ്റെ കൂടി കറിയായിട്ട് വാരി വലിച്ച് കഴിക്കാനുള്ളതല്ല. സദ്യക്കൊക്കെ അച്ചാർ കൊടുക്കുന്നത് നമ്മൾ മറ്റ് കറികളൊക്കെ കൂടി ചോറുണ്ണുമ്പോൾ ഒരല്പം ഈ അച്ചാർ കഴിക്കുമ്പോൾ ഇവിടെ വയറിനുള്ളിലെ ദഹനത്തിന് സഹായിക്കുന്ന ബാക്ടീരിയകളുടെ വർധനവിനൊക്കെ വളരെ നല്ലതാണ്. പിന്നെ ഉപ്പും വിനാഗിരിയും ഒക്കെ കൂടുതലിട്ട്, അതായത് കൂടുതൽ നാൾ സൂക്ഷിച്ച് വെക്കാനായിട്ട് തയ്യാറാക്കുന്ന അച്ചാറുകൾ ഒരിക്കലും പതിവായിട്ടൊന്നും കഴിക്കുന്നത് അത്ര നല്ലതല്ല. അപ്പോൾ എന്തായാലും നമുക്ക് വീട്ടിൽ തന്നെ എങ്ങനെയാണ് കൊണ്ടാട്ടം അച്ചാർ തയ്യാറാക്കുന്നത് നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു ചെറിയ കാര്യം. ടിപ്സ് ഓർ ഹാപ്പി ലൈഫ് എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത പുതിയ കൂട്ടുകാർ ഈ വീഡിയോയുടെ താഴെയുള്ള റെഡ് കളറിലെ സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. തൊട്ടടുത്തൊരു ബെല്ലൈക്കൻ കൂടി ഉണ്ട്, അതുകൂടി ക്ലിക്ക് ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ബ്യൂട്ടി ടിപ്സ്, ഹെൽത്ത് ടിപ്സ്, കിച്ചൺ ടിപ്സ്, കുക്കിംഗ് റെസിപ്പീസ്, അങ്ങനെ എല്ലാത്തരം വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ഇൻസ്റ്റൻ്റ് ആയിട്ട് തന്നെ കിട്ടുന്നതാണ്. കൊണ്ടാട്ടം അച്ചാർ തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ 100 ഗ്രാം കൊണ്ടാട്ട മുളകാണ് എടുത്തിരിക്കുന്നത്. കൊണ്ടാട്ടം നമുക്ക് വീട്ടിലുണ്ടാക്കുകയോ അല്ലെങ്കിൽ വാങ്ങിക്കുകയോ ഒക്കെ ചെയ്യാം. ഇത് നമ്മൾ ആദ്യം വറുത്തൊന്ന് എടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ അതിനു മുമ്പായിട്ട് ഞാൻ ഇൻഗ്രീഡിയൻസ് ഞാൻ എടുത്തു വെച്ചിരിക്കുന്നതൊക്കെ പറഞ്ഞുതരാം. പച്ചമുളക് ഒരു 4 എണ്ണം എടുത്തിട്ടുണ്ട്, അത് വട്ടത്തിൽ അരിഞ്ഞു വയ്ക്കുക. വെളുത്തുള്ളി ഒരു തുടം, അത് നമ്മൾ കട്ട് ചെയ്ത് വയ്ക്കുക. ഇഞ്ചി ഒരു ചെറിയ കഷ്ണം മതി, അതും നമ്മൾ നേർമയിൽ അരിഞ്ഞു വയ്ക്കുക. കറിവേപ്പില 2 എണ്ണം. ഞാനിവിടെ കുറച്ച് ഈന്തപ്പഴം എടുത്തിട്ടുണ്ട്, അതൊരു മധുരം കിട്ടാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ മുളകൊക്കെ കറക്റ്റായിട്ട് എടുക്കുകയാണെങ്കിൽ, അതുപോലെ തന്നെ ഉപ്പും വിനാഗിരിയും ഒക്കെ കറക്റ്റ് പാകത്തിന് ചേർത്താൽ ഈ അച്ചാർ അത് മുളകാണെന്ന് പോലും പറയില്ല. അതായത് കൊണ്ടാട്ട മുളകിൻ്റെ അച്ചാറാണെന്ന് പോലും തോന്നാത്ത രീതിയിൽ നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ എന്തായാലും ആദ്യം ഉണ്ടാക്കുമ്പോൾ കുറച്ച് അളവിലെടുത്ത് ഉണ്ടാക്കി നോക്കുക. അപ്പോൾ ഇൻ കേസ് ഒരു മിസ്റ്റേക്ക് പറ്റിയാൽ തന്നെ നമുക്ക് അടുത്ത പ്രാവശ്യം കറക്റ്റ് ചെയ്യാൻ സാധിക്കും. താളിക്കാനായിട്ട് ഉലുവ വേണം. പിന്നെ നമുക്ക് 1/2 ടീസ്പൂൺ കായം, ഉപ്പ് ആവശ്യത്തിന്. നമ്മളിവിടെ നല്ലെണ്ണയാണ് എടുത്തിരിക്കുന്നത്. അതേപോലെ മുളക് പൊടി, അത് നമുക്ക് 2.5 ടേബിൾ സ്പൂണാണ് വേണ്ടത്. പിന്നെ നമുക്ക് വിനാഗിരി വേണം. നമുക്കിനി കൊണ്ടാട്ടം ഒന്ന് വറുത്തെടുക്കാം. നല്ലെണ്ണ ഒഴിച്ചിട്ടാണ് ഞാനിവിടെ വറുക്കാൻ പോകുന്നത്. ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ വെളിച്ചെണ്ണയാണ് ഉള്ളതെങ്കിൽ വെളിച്ചെണ്ണ ഉപയോഗിച്ചും ചെയ്യാം. എന്നാലും നമ്മൾ അച്ചാർ ഇടുമ്പോൾ നമ്മളെപ്പോഴും ചെയ്യുന്നത് നല്ലെണ്ണയാണ് ഉപയോഗിക്കുന്ന. കാര്യം കൂടുതൽ നാൾ കേടുകൂടാതെയൊക്കെ ഇരിക്കണമെങ്കിൽ നല്ലെണ്ണയിൽ തന്നെ ചെയ്യണം. അതുപോലെ ആ ഒരു ടേസ്റ്റും നല്ലെണ്ണ തന്നെ ഉപയോഗിക്കുമ്പോഴാണ് കിട്ടുക. കൊണ്ടാട്ട മുളക് ഒരു ബ്രൗൺ നിറമാകുമ്പോൾ അല്ലെങ്കിൽ ഡാർക്ക് നിറം ആകുന്നത് വരെ നമ്മൾ വറുത്തെടുത്ത് കോരി വയ്ക്കുക. ഞാൻ ഈ എണ്ണയിലേക്ക് തന്നെയാണ് ഇപ്പോൾ വെളുത്തുള്ളി ഇതിലേക്ക് ആഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഉലുവ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഉലുവയ്ക്ക് പകരം വേണമെങ്കിൽ ഉലുവാപ്പൊടി ലാസ്റ്റ് ചേർക്കാം. ആദ്യം കടുക് വേണമെങ്കിൽ പൊട്ടിക്കാം. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമനുസരിച്ച് ചെയ്യാം. ഇനി നമുക്ക് പച്ചമുളകും കറിവേപ്പിലയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് വഴന്നു വരണം. ഇപ്പോൾ പച്ചമുളകൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഈന്തപ്പഴം ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇട്ട് കൊടുക്കാം. ഞാനിതിൻ്റെ കുരുവൊക്കെ മാറ്റിയിട്ടുണ്ട് കേട്ടോ, എന്നിട്ടാണ് ചെറുതായിട്ട് കട്ട് ചെയ്തത്. ഈന്തപ്പഴമൊക്കെ ഓരോരുത്തരുടെ ആ ഒരു മധുരം കൂടുതൽ വേണമെന്നുള്ളവർക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഈന്തപ്പഴം ചേർക്കാതെ വേണമെങ്കിലും ഉണ്ടാക്കാം. എനിക്ക് ഈന്തപ്പഴം ചേർത്തുള്ള അച്ചാറാണ് ഈ കൊണ്ടാട്ട അച്ചാറിൽ ഇഷ്ടം. അല്ലാതെ നമ്മൾ വേറെ അച്ചാറുകളിലൊക്കെ ഈന്തപ്പഴം ചേർക്കുന്നത് ചില സമയത്ത് അത്ര ടേസ്റ്റായിട്ട് കിട്ടില്ല. പക്ഷേ ഇത് വളരെ ടേസ്റ്റാണ്. കാര്യം അതിൻ്റെ അകത്തുള്ള ഈന്തപ്പഴത്തിൻ്റെ ആ ഒരു പ്രത്യേകത പോലും അറിയില്ല ഈ മുളകും ഇതെല്ലാം കൂടി വരുമ്പോൾ. ഇനി നമുക്ക് കൊണ്ടാട്ടം ചേർത്തിട്ട്, കൊണ്ടാട്ട മുളക് ചേർത്തിട്ട് ഒന്ന് വഴറ്റി കൊടുക്കുക. 1 മിനിറ്റ് നന്നായിട്ട് വഴറ്റി കൊടുക്കുക. ഞാനിവിടെ 2.5 ടേബിൾ സ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട്. പച്ചമുളക് കുറച്ചെടുക്കുന്നവരെ മുളക് പൊടിയുടെ അളവ് കൂട്ടിയെടുക്കുക. പിന്നെ ഓരോരുത്തരുടെയും മുളക് പൊടിയുടെ എരിവൊക്കെ വ്യത്യാസം ഉണ്ടാകും. അപ്പോൾ അത് നോക്കിയിട്ട് അതനുസരിച്ച് കുറയ്ക്കുകയോ കൂട്ടുകയോ ഒക്കെ ചെയ്യാവുന്നതാണ്. മുളക് പൊടി ചേർത്ത് നമുക്ക് വഴറ്റി കൊടുക്കാം. അതേപോലെ ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഇനി നമുക്ക് പുളിക്കായിട്ട് ഏകദേശം 1/2 കപ്പോളം വിനാഗിരി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം.
ലാസ്റ്റ് നമുക്ക് ചേർക്കേണ്ട ഇൻഗ്രീഡിയൻറ്റ് കായപ്പൊടിയാണ്. അപ്പോൾ നമുക്ക് 1/2 ടീസ്പൂൺ കായപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. കായപ്പൊടിയാണ് അച്ചാറിന് ആ ഒരു കറക്റ്റ് ടേസ്റ്റൊക്കെ കിട്ടുന്നത്. അച്ചാറിൻ്റെ മണവും കാര്യങ്ങളും ഒക്കെ കായപ്പൊടിയാണ് ചേർക്കുമ്പോഴാണ് കിട്ടുന്നത്. നമുക്ക് ഉലുവ പൊടിച്ചതൊക്കെ ഈ സമയത്ത് വേണമെങ്കിൽ ചേർക്കാം. ഇപ്പോൾ നമ്മൾ ആദ്യം ഉലുവ ചേർത്തിട്ടുണ്ട്, അപ്പോൾ അതുകൊണ്ടിപ്പോൾ ഞാൻ ചേർക്കുന്നില്ല. ഇപ്പം നമ്മുടെ രുചികരമായ അച്ചാർ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഇത് നമ്മൾ തണുത്ത ശേഷം വേണം ഒരു കുപ്പിയിലേക്ക്, ചില്ലിൻ്റെ കുപ്പിയാണ് എപ്പോഴും നല്ലത്, അത് കഴുകി തുടച്ച ചില്ലിൻ്റെ കുപ്പിയിലേക്ക് നമുക്ക് പകർത്തി വയ്ക്കാം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങളൊക്കെ ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യാം. ഇതുപോലെ നിങ്ങൾക്കറിയാവുന്ന വ്യത്യസ്തങ്ങളായ റെസിപ്പീസ് ഈ വീഡിയോയുടെ താഴെ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ്. അതെനിക്കും വീഡിയോ കാണുന്ന മറ്റുള്ള ഫ്രണ്ട്സിനും ഉപകാരപ്രദമായിരിക്കും. അപ്പോൾ തീർച്ചയായും നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.